ഹായ്, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതിസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ നിങ്ങൾക്കറിയോ? ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മളിന്ന് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന് മുന്നേ കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ആരാണ് ആദ്യം ഗസ് ചെയ്യണേന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ഒരു മുട്ടയും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഐറ്റം ഉണ്ടാക്കാൻ നിങ്ങൾ റെഡി ആയിക്കോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ഒന്ന് കരിയിപ്പിച്ചെടുക്കണം. അതായത് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സാദാ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് കളർ മാറുന്നവരെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ തന്നെ തിളപ്പിച്ചെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ മാറാൻ തുടങ്ങും. അപ്പോൾ പഞ്ചസാര കളർ മാറാൻ തുടങ്ങുന്നതിന് മുന്നേയായിട്ട് നമ്മൾ അതൊഴിച്ച് വെക്കാനുള്ള പാത്രം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ആ പാത്രത്തിൽ എന്തെങ്കിലും നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ അങ്ങനെ അല്ലെങ്കിൽ ഓയിലോ അങ്ങനെ തടവിയിട്ട് നന്നായിട്ട് പരറ്റി വെച്ച് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇതുപോലെ കളർ മാറുമ്പോൾ ചെറുതായിട്ട് എന്തായാലും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു കളറായിട്ട് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി കൂടുതൽ നേരം വെച്ചാൽ ഇതൊരു കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് അത് ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒഴിക്കണം, ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അപ്പം തന്നെ ആ ഒരു പാത്രത്തിലോട്ട് അത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് അടിഭാഗത്താക്കിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കുക. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് പോകും. പിന്നെ അത് ഉറച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അപ്പം തന്നെ അങ്ങനെ ആക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. നമ്മളിവിടെ സൺഫീസ്റ്റിൻ്റെ മേരി ലൈറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 7 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് പൊട്ടിച്ചിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള 1/2 കപ്പ് പാലും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാം. അതൊരു 6.5 തൊട്ട് 7 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ആ ഒരു അളവിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. നിങ്ങൾക്ക് നോക്കിയിട്ട് മധുരം കൂട്ടി കുറയ്ക്ക് എങ്ങനെയാണെങ്കിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ടേബിൾ സ്പൂണാണ് മിൽക്ക് മെയ്ഡ് നമ്മൾ എടുക്കുന്നത്, ടീസ്പൂൺ അല്ല. അപ്പോൾ പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ളവർ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു 3 ടീസ്പൂൺ എന്ന് പറയുന്നതാണ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ചേർക്കണം. നമുക്ക് ഈ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറൊക്കെ 10 രൂപയ്ക്കൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലോട്ട് ഒരു മുട്ടയുടെ ആവശ്യം കൂടി ഉണ്ട്. അപ്പോൾ ഒരു മുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പാത്രത്തിൻ്റെ മുകളിലോട്ടായിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നീട് നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ തന്നെ ഒഴിച്ച് വെച്ചിട്ടുള്ള ബാറ്ററൊക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ള പാത്രം ഒന്ന് എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ നമ്മളിത് അടച്ച് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ വെച്ചിട്ടുള്ള പാത്രം ഒന്ന് ഏതെങ്കിലും ഒരു മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ ബേക്കിംഗ് പേപ്പറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. ആവി വെള്ളമില്ല, അത് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പാത്രം അടച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 25-30 മിനിറ്റോളം നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്ന സമയത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ എടുക്കുന്ന ഫ്ലെയിമിനും പിന്നെ ആ പാത്രത്തിനൊക്കെ അനുസരിച്ചിട്ട് സമയം വ്യത്യാസപ്പെട്ടിരിക്കാം. അപ്പോൾ നിങ്ങളൊരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒരു കത്തി അങ്ങനെ ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ എനിക്കെടുത്ത സമയം ഏകദേശം ഒരു 25 മിനിറ്റോളമാണ്. അപ്പോൾ ഇതുവരെ പുഡിംഗ് ഒന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കോഫി ലവേഴ്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കി. അപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മളിതൊന്ന് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പുഡിംഗ് നമ്മൾ തണുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. തണുപ്പ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ല, നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് ഒന്ന് എടുത്താൽ മതിയാവും. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം നമ്മളൊന്ന് പുറത്തെടുത്തിട്ട്
ഒരു കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ ഒന്ന് ഇടിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കലൊക്കെ കഴിയും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് താഴെ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് നേരെ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ട് അതിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതേ നല്ലൊരു കോഫി പുഡിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് അത് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നമുക്ക് നല്ല റെസിപ്പികളുമായിട്ട് കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.